ഹായ്, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ക്രിസ്മസിന് ഞാൻ കണ്ട കാഴ്ചകൾ, ഞാൻ പോയ സ്ഥലവുമാണ് എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ബൈബിളിൽ കർമ്മേൽ പർവ്വതം വളരെ പ്രാധാന്യത നൽകുന്ന ഒരിടമാണ്. ആ പർവ്വതനിരകൾ അടങ്ങുന്ന ഇസ്രയേലിലെ ഹൈഫയിലാണ് ഞാനുള്ളത്. ഇവിടെ ജനങ്ങളെ പ്രധാനമായിട്ടും ആകർഷിക്കുന്നതാണ് ഈ ഗാർഡൻ. ബഹായി ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കർമ്മേൽ പർവ്വതത്തിൻ്റെ വടക്കൻ ചരിവ് വരെ നീണ്ടു കിടക്കുന്ന ഒരു പൂന്തോട്ടമാണ്. യുനെസ്കോയിലൊക്കെ ഈ പൂന്തോട്ടം ഇടം നേടിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് ആ പൂന്തോട്ടത്തിൻ്റെ ഭംഗിയൊന്നും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ബഹായി എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസപ്രകാരം അവരുടെ പ്രവാചകൻ വിശ്രമിക്കുന്ന സ്ഥലമാണിത്. ആ താഴികക്കുടം കാണുന്നുണ്ടല്ലോ, അവിടെ അദ്ദേഹം വിശ്രമിക്കുന്ന ഇടമാണ്. ഇത് ബഹായികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ വിശുദ്ധ സ്ഥലമാണ്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലൊക്കെ പറയുന്ന സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ക്രിസ്മസിനോടുള്ള അനുബന്ധിച്ച് ഈ പട്ടണം വളരെ മനോഹരമായി അലങ്കരിച്ച് വളരെ മതസൗഹാർദ്ദത്തിൽ എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നതാണ് എനിക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അതുപോലെ തന്നെ കവരവിളക്ക് നമ്മൾക്ക് കാണാം. മുസ്ലിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എംബ്ലവും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ജനത്തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ജനത്തിരക്കുണ്ടെങ്കിലും എല്ലാവരും നല്ല സമാധാനമായിട്ട്, പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഒരുപോലെ എൻജോയ് ചെയ്യുന്നതാണ് എനിക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എനിക്കും വളരെ സന്തോഷമായി. ഇതൊക്കെ വന്ന് കാണാൻ കഴിഞ്ഞതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ അത് കാണിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളും എൻജോയ് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും വളരെ മനോഹരമാകുന്ന രീതിയിൽ കടകളും സ്ട്രീറ്റുമൊക്കെ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്നാണ് കാണാനായിട്ട് വന്നത്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇത് സന്തോഷമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു ടീം കൊയർ പാടുന്നുണ്ട്, കരോൾ ടീമാണ്. അവരുടെ പാട്ടിനൊപ്പമായിട്ട് എല്ലാവരും അവരും മ്യൂസിക് വായിക്കുന്നവരും അത് കേൾക്കുന്നവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ആ മ്യൂസിക്കിനൊപ്പം ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയാണ് ഇവിടെ കടന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പിന്നീട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളിനി ഇവിടുന്ന് മടങ്ങി പോവുകയാണ്. നമ്മൾക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.